വിശദമായ വാർത്തകളിലേക്ക്. സർക്കാർ മാർഗരേഖ ലംഘിച്ച സ്വകാര്യ ആശുപത്രികളിൽ മസ്തിഷ്ക മരണ സ്ഥിരീകരണം. അവയവ കച്ചവട സാധ്യത തടയുന്നതിന് വേണ്ടിയുള്ള സർക്കാർ ഉത്തരവ് ലംഘിക്കാൻ നിർദ്ദേശം നൽകിയത് കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നോബൽ ഗ്രേഷ്യസ് തെളിവുകൾ സഹിതം ന്യൂസ് മലയാളം പുറത്തുവിടുന്നു. ഒരു വ്യക്തിയുടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് എങ്ങനെയാണ്? അവയവ മാഫിയയുടെ ഇടപെടൽ ഒഴിവാക്കാൻ കരുതൽ എന്താണ്? മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാൻ പ്രത്യേക നടപടിക്രമങ്ങളുണ്ടോ? ഉണ്ട്. കേരളത്തിൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാൻ പ്രത്യേക മാർഗരേഖയുണ്ട്. പക്ഷേ ആ മാർഗരേഖ അട്ടിമറിക്കപ്പെടുന്നുമുണ്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിന് രാജ്യത്താദ്യമായി മാർഗരേഖ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്ന 4 അംഗ ഡോക്ടർ സംഘത്തിൽ 2 പേർ ആശുപത്രിക്ക് പുറത്തു നിന്നുള്ളവർ ആയിരിക്കണം. അതിലൊരാൾ നിർബന്ധമായും സർക്കാർ ഡോക്ടർ ആയിരിക്കണം. ഈ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ 6 മണിക്കൂർ ഇടവിട്ട് 2 ഘട്ടമായി ആപ്നിയോ പരിശോധന നടത്തിയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടത്. ഇതെല്ലാം കൃത്യമായി വീഡിയോയിൽ പകർത്തി സൂക്ഷിക്കണം. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്കും ഈ മാർഗനിർദ്ദേശം ബാധകമാണ്. എന്നാൽ മാർഗനിർദ്ദേശങ്ങൾ ആശുപത്രികൾ പാലിക്കുന്നുണ്ടോ? ഇല്ലെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്താനായത്. പല സ്വകാര്യ ആശുപത്രികളിലും നടക്കുന്നത് അവയവ കച്ചവടത്തിനായുള്ള ആസൂത്രിത കൊലപാതകമോ എന്ന സംശയമുയർത്തുന്ന കാര്യങ്ങൾ തെളിവുകളായി മാറുന്ന രേഖകൾ ന്യൂസ് മലയാളം പുറത്തുവിടുകയാണ്. ഈ കാണുന്നവയെല്ലാം അവയവദാനം ചെയ്തവരുടെ മസ്തിഷ്ക മരണ സ്ഥിരീകരണ സർട്ടിഫിക്കറ്റുകളാണ്. സർട്ടിഫിക്കറ്റിൽ ഒപ്പും സീലും വച്ചിരിക്കുന്ന ഡോക്ടർമാരെല്ലാം ഒരേ ആശുപത്രിയിലേത്. കൊച്ചിയിലുള്ള ആസ്റ്റർ മെഡിസിറ്റി, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, രാജഗിരി, തിരുവനന്തപുരം കിംസ് എന്നീ ആശുപത്രികൾ നൽകിയ സർട്ടിഫിക്കറ്റുകളാണ് ഇതെല്ലാം. ചില സർട്ടിഫിക്കറ്റുകളിൽ സീലില്ലാതെ ഒപ്പ് മാത്രം കാണാം. ഏത് ആശുപത്രിയെന്നോ ഡോക്ടറുടെ പേരെന്തെന്നോ വ്യക്തമല്ല. ഹൈക്കോടതിയെയും സർക്കാരിനെയും നോക്കുകുത്തിയാക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടാകുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇനി. കേസോട്ടോ നിലവിൽ വരുന്നതിന് മുമ്പ് കേനോസ് ആയിരുന്നു അവയവ മാറ്റത്തിന്റെ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് സൂക്ഷിക്കേണ്ട സർക്കാർ ഏജൻസി. കേനോസിന്റെ നോഡൽ ഓഫീസർക്കാണ് ഇതിന്റെ പൂർണ്ണ ചുമതല. കേനോസും പിന്നീട് കേസോട്ടോയും സംസ്ഥാന സർക്കാർ രൂപീകരിച്ചത് മസ്തിഷ്ക മരണ സ്ഥിരീകരണം സുതാര്യമാക്കാനും മരണാനന്തര അവയവദാനത്തിൽ മാഫിയയെയും ഇടനിലക്കാരെയും ഒഴിവാക്കാനുമായിരുന്നു. എന്നാൽ സർക്കാർ ഉത്തരവിനെ തന്നെ അട്ടിമറിച്ച് ചുമതലക്കാരനായ നോഡൽ ഓഫീസർ അവയവ മാഫിയയ്ക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ചതിന്റെ തെളിവാണ് നോഡൽ ഓഫീസർ ഡോക്ടർ നോബൽ ഗ്രേഷ്യസ് സ്വകാര്യ ആശുപത്രികൾക്ക് തന്റെ ഔദ്യോഗിക ഇമെയിൽ വഴി അയച്ച സന്ദേശം. ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ പട്ടികയിലുള്ള ഒരു സർക്കാർ ഡോക്ടറും മറ്റൊരു ആശുപത്രിയിലെ ഡോക്ടറും ചികിത്സ നടക്കുന്ന ആശുപത്രിയിലെ 2 ഡോക്ടർമാരും ചേർന്നാണ് മസ്തിഷ്ക മരണ മാനദണ്ഡങ്ങൾ പാലിച്ച് സ്ഥിരീകരിക്കേണ്ടത്. എന്നാൽ ഒരേ ആശുപത്രിയിലെ 4 ഡോക്ടർമാർ ചേർന്ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കാമെന്നാണ് നോഡൽ ഓഫീസറുടെ നിർദ്ദേശം. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിന് പുറമേയുള്ള ഡോക്ടർമാരുടെ സാന്നിധ്യം നിർബന്ധമാക്കിയുള്ള സർക്കാർ ഉത്തരവ് കാറ്റിൽ പറത്തുന്ന നിർദ്ദേശമാണിത്. സുപ്രധാനമായ സർക്കാർ ഉത്തരവ് ഒരു ഇമെയിലിലൂടെ തിരുത്തുവാനുള്ള അധികാരം ഡോക്ടർ നോബൽ ഗ്രേഷ്യസിന് നൽകിയതാര്? ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് മനുഷ്യജീവൻ മാഫിയകൾക്ക് പന്താടാനുള്ള അവസരമാക്കിയത്? ഉത്തരമുണ്ടാകണം. അവയവദാതാക്കളുടെ കുടുംബങ്ങൾക്കും അവയവങ്ങൾ സ്വീകരിക്കാൻ കാലങ്ങളായി കാത്തിരിക്കുന്ന മനുഷ്യർക്കും ഇതിനുള്ള ഉത്തരം അറിയേണ്ടതുണ്ട്. നിലവിൽ കേസോട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഇതേ നോബൽ ഗ്രേഷ്യസ് തന്നെയായതിനാൽ സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും മറുപടി പറഞ്ഞേ മതിയാകൂ. മരണാനന്തര അവയവദാനം പരാതികൾ ഉയരാതെ സുതാര്യമായി നടക്കാനാണ് പഴുതടച്ച നിർദ്ദേശം സർക്കാർ ഉത്തരവായി ഇറക്കിയത്. എന്നാൽ വേലി തന്നെ വിളവ് തിന്നുന്നത് ഇതേ സർക്കാർ എത്ര നാൾ കണ്ടില്ലെന്ന് നടിക്കും.
തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗ്, ന്യൂസ് മലയാളം. വിശദാംശങ്ങൾ VS അനുരാജ് നൽകും. അനുരാജ്, അതീവ ഗുരുതരമായ കണ്ടെത്തലാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഗുരുതരമാണ് കേസ് ഓട്ടോ ഇതിന് ഒത്താശ ചെയ്യുന്നു എന്നുള്ളത്. മറ്റെന്തൊക്കെ കണ്ടെത്തലുകളാണ് അനുരാജ് ഈ ഘട്ടത്തിൽ പുറത്തുവിടാൻ സാധിക്കുന്നത്? മരണാനന്തര അവയവദാനം അത് സുതാര്യമായി നടക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ ഉത്തരവിറക്കിയത്. പക്ഷേ ഈ ഉത്തരവിനെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത് എന്നാണ് ഈ തെളിവുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രധാനമായും ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി, അദ്ദേഹത്തിന് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്ന് സ്ഥിരീകരിക്കേണ്ടത് ആപ്നിയോ ടെസ്റ്റ് വഴിയാണ്. ഈ ആപ്നിയോ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിക്ക് സ്വയമേവ ഈ ശ്വാസോച്ഛ്വാസം നടത്താൻ കഴിയുമോ എന്നുള്ളത് ശാസ്ത്രീയമായി പരിശോധിക്കുന്നതാണ്. ആദ്യം ഈ ആപ്നിയോ പരിശോധന നടത്തും, പിന്നീട് 6 മണിക്കൂർ ഇടവിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഈ ആപ്നിയോ പരിശോധന നടത്തുകയും ചെയ്യും. ഇതിലാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മറ്റ് പരിശോധനകൾക്കൊപ്പം തന്നെ ഈ ആപ്നിയോ പരിശോധന നടക്കുമ്പോൾ 4 ഡോക്ടർമാരാണ് ഇതിന് വേണ്ടത്. അതിൽ 2 പേർ ഇൻഹൗസ് ഡോക്ടർമാർ, അതായത് ആ രോഗി കിടക്കുന്ന ആശുപത്രിയിലെ ഡോക്ടർമാർ. അതിന് പുറമെയുള്ള 2 ഡോക്ടർമാർ ആശുപത്രിക്ക് പുറത്തുള്ളവരായിരിക്കണം. അതായത് അതിൽ ഒരാൾ സർക്കാർ ഡോക്ടർ ആയിരിക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഒരു പരാതി ഉയരുകയാണെങ്കിൽ അതിൽ ഒരു സുതാര്യമാക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം സർക്കാർ നൽകിയത്. പക്ഷേ അതിനെയെല്ലാം അട്ടിമറിക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് സംസ്ഥാനത്തെ പല സ്വകാര്യ ആശുപത്രിയിലും നടക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ പല അവയവമാറ്റ വിവരങ്ങളും കേസോട്ടയുടെ വെബ്സൈറ്റിലോ കേസോട്ടയുടെ പക്കലോ ഇല്ല എന്നുള്ള കാര്യം എക്സിക്യൂട്ടീവ് ഡയറക്ടർ നോബിൾ ഗ്രേഷ്യസ് തന്നെ വ്യക്തമാക്കി. അവിടെ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം, കൃത്യമായി സർക്കാരിൻ്റെ മാർഗരേഖ അനുസരിച്ചാണ് ഈ ഒരു അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ഈ വിവരങ്ങൾ കേസ് ഓട്ടോയ്ക്ക് നൽകുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനൊപ്പം തന്നെ ഈ നോബിൾ ഗ്രേഷ്യസ് തന്നെ ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കിയിരുന്നു ആശുപത്രികളാണ് ഈ വിവരങ്ങൾ നൽകാത്തത് എന്ന്. പക്ഷേ കൃത്യമായി സർക്കാർ മറ്റൊരു ഉത്തരവ് കൂടി ഇറക്കിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ കൃത്യമായി ശേഖരിച്ച് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കേസ് ഓട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ നോബിൾ ഗ്രേഷ്യസിനാണ്. അങ്ങനെയെങ്കിൽ പ്രധാനപ്പെട്ട 2 ചോദ്യം, എന്തുകൊണ്ട് ആശുപത്രികൾ ഈ വിവരം കേസ് ഓട്ടോയ്ക്ക് നൽകുന്നില്ല? ഈ ആശുപത്രികൾ വിവരങ്ങൾ നൽകുന്നില്ല എന്ന് വ്യക്തമായ ധാരണ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആശുപത്രികളോട് ഈ വിവരം ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ തരുന്നില്ലെങ്കിൽ നടപടിക്ക് സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ചുവട് പിടിച്ചുള്ള അന്വേഷണത്തിലാണ് ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അതിൽ വെളിവാകുന്നത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ തന്നെയാണ് ഈ ആശുപത്രികൾക്ക് ഇത്തരത്തിലുള്ള ഒരു മാർഗരേഖ ലംഘിക്കാനുള്ള നിർദ്ദേശം നൽകിയത് എന്നുള്ളതാണ്. അതും തൻ്റെ ഔദ്യോഗിക ഇമെയിൽ വഴി. കേനോസ് ആയിരുന്നപ്പോൾ അതിൻ്റെ നോഡൽ ഓഫീസർ ഇതേ നോബിൾ ഗ്രേഷ്യസ് തന്നെയായിരുന്നു. അദ്ദേഹമാണ് അന്ന് ഇത്തരത്തിൽ ഇൻഹൗസ് ഡോക്ടർമാർ, അതായത് അതേ ആശുപത്രിയിലെ ഡോക്ടർമാർ 4 ഡോക്ടർമാർ ചേർന്ന് തന്നെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചോളൂ എന്നുള്ള നിർദ്ദേശം നൽകിയത്. പൂർണ്ണമായും നഗ്നമായ സർക്കാർ ഉത്തരവിൻ്റെ ലംഘനമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ചോദ്യം, ഇത്തരത്തിൽ ഈ സർക്കാർ ഉത്തരവ് ലംഘിക്കാൻ ആരാണ്, അല്ലെങ്കിൽ സർക്കാർ ഉത്തരവിനെ അട്ടിമറിക്കാൻ ആരാണ് നോബിൾ ഗ്രേഷ്യസിന് അധികാരം നൽകിയത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പുറത്തു വരേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത് സർക്കാർ അറിയാതെയല്ല നോബിൾ ഗ്രേഷ്യസിന്റെ ഇത്തരത്തിലുള്ള ഇടപെടൽ എന്ന് നമുക്ക് അറിയാം. കാരണം പല ആളുകളും DME അടക്കം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾ പിന്നിട്ടിട്ട് പോലും ഇത്തരത്തിൽ ആ ഒരു പരാതിയിൽ ഒരു നടപടിയോ അല്ലെങ്കിൽ ഒരു വിശദീകരണം നോബിൾ ഗ്രേഷ്യസിനോട് ചോദിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുരാജ, ഇത്രയും ഗുരുതരമായൊരു കാര്യം പുറത്തു വന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല, അല്ലെങ്കിൽ സർക്കാർ മൗനം തുടരുകയാണ് എന്ന് തന്നെയാണോ? വളരെ ഗൗരവതരമായ കാര്യം തന്നെയാണ്. നേരത്തെ ആ വാർത്തയിൽ കണ്ടതുപോലെ തന്നെ 4 ഡോക്ടർമാർ ചേർന്ന് അവയവ കച്ചവടത്തിനായി നടത്തുന്ന ആസൂത്രിത കൊലപാതകമാണോ എന്ന് സംശയിക്കുന്ന രേഖകളാണ് നമ്മൾ ഈ വാർത്തയിലൂടെ പുറത്തുവിടുന്നത്. ഇത് ഗൗരവതരമായി തന്നെ കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, പല ആശുപത്രികളിലും ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി, മസ്തിഷ്ക മരണത്തിലേക്ക് പോയേക്കാമെന്ന് കരുതി ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി, ആ റൂമിന് പുറത്ത് അവരുടെ ബന്ധുക്കളായാലും അച്ഛനായാലും അമ്മയായാലും ഏത് ഒരു ബന്ധുവായാലും വളരെ പ്രാർത്ഥനയോട് കൂടിയാണ് ആ
ഡോക്ടർമാരിൽ വിശ്വാസമർപ്പിച്ച് കാത്തിരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവർ ആരോഗ്യവാനായി തന്നെ തിരിച്ചു വരുമെന്നുള്ള കാര്യം. പക്ഷേ ഈ മുറിക്കുള്ളിൽ നടക്കുന്നത് ആസൂത്രിത കൊലപാതകമാണോ എന്ന് സംശയിക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ഇത്തരത്തിൽ സർക്കാർ ഡോക്ടറെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പരിശോധന നടത്തുന്നില്ല എന്നുള്ള കാര്യത്തിൻ്റെ ഉത്തരം ഇതേ ആശുപത്രികൾ നൽകേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊരു ഇമെയിൽ സന്ദേശം സ്വകാര്യ ആശുപത്രികൾക്ക് നോബിൾ ഗ്രേഷ്യസ് എന്ന കേസോട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അയച്ചു എന്നുള്ള കാര്യത്തിൽ ഉത്തരം പറയേണ്ടതുണ്ട്. ഇനി എത്ര നാൾ സർക്കാർ കണ്ണടച്ച് ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ്. കാരണം ഇതിൽ വളരെ ഒരു സംശയം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ്. ഈ രോഗികൾ എന്ത് വിശ്വസിച്ച് ഇനി മുന്നോട്ട് പോകും? അല്ലെങ്കിൽ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയുടെ ബന്ധുക്കൾ എന്ത് വിശ്വസിച്ച്, ആരെ വിശ്വസിച്ച് പുറത്തിരിക്കുമെന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ശരി, അതീവ ഗുരുതരമായ കണ്ടെത്തലാണ് ഈ ഘട്ടത്തിൽ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. മാർഗരേഖ ലംഘിച്ച് സ്വകാര്യ ആശുപത്രികളിൽ മസ്തിഷ്ക മരണ സ്ഥിരീകരണം നടക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും ഗുരുതരമായ കണ്ടെത്തലുണ്ടായിട്ടും സർക്കാർ സംവിധാനങ്ങൾ ഇതിനോട് മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനുരാജ്.